കൊട്ടിയൂരിലെ 4 ആരാധനകൾ. വൈശാഖ മഹോത്സവം 3 ഘട്ടങ്ങളായി നടക്കുന്നുവെന്നാണ് കൊട്ടിയൂരിലെ സങ്കല്പം. നെയ്യാട്ടം മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവം. തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം. മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം. മനുഷ്യരുടെ ഉത്സവം തുടങ്ങുന്നത് തന്നെ ആരാധന പൂജയോടെയാണ്. സന്നിധാനത്തെ മട്ടും ഭാവവും മാറി ഉത്സവാന്തരീക്ഷം കൂടുതൽ ആർഭാടമാകുന്നത് തിരുവോണാരാധന മുതലാണ്. മണിത്തറയ്ക്ക് മുകളിലായി കെട്ടുന്ന മേൽക്കൂരയുടെ പണി പൂർത്തിയാക്കുന്നതും പന്തീരടി വിളക്കുപുര, അതായത് പന്തീരടി വിളക്കിന് മാത്രമായി ഉണ്ടാക്കുന്ന മേൽക്കൂരയാണ്. അത് പൂർത്തിയാക്കുന്നതും തിരുവോണാരാധന ദിവസമാണ്. ഉത്സവ ചടങ്ങുകൾക്ക് അലങ്കാരവാദ്യങ്ങൾ ആരംഭിക്കുന്നതും സന്നിധാനത്ത് കൂത്തും പാടകവും ആരംഭിക്കുന്നതും തിരുവോണാരാധന മുതലാണ്. തിരുവോണാരാധന, അഷ്ടമി ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന എന്നീ 4 ആരാധനകളാണ് കൊട്ടിയൂരിൽ ഉള്ളത്. ആരാധനാ സദ്യ, ആരാധനാ പൂജ, പൊന്നിൻ ശീവേലി, പ്രത്യേക നവക പൂജ. എല്ലാ ദിവസവും നടക്കുന്ന ശീവേലിയിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണക്കുടങ്ങൾ, വെള്ളിക്കുടങ്ങൾ, വെള്ളിവിളക്ക്, വെള്ളിത്താലം, വെള്ളിക്കടാരം എന്നീ വസ്തുക്കൾ കൂടി എഴുന്നള്ളിക്കുന്നതിലാണ് ആരാധനാ ദിവസത്തെ ശീവേലി പൊന്നിൻ ശീവേലി എന്ന് പറയുന്നത്. ആരാധനകളിൽ 3 മഹാദേവനും 1 ദേവിക്കുമാണ്. തിരുവോണാരാധന, രേവതി ആരാധന, രോഹിണി ആരാധന എന്നിവ മണിത്തറയിൽ പെരുമാൾക്ക് സമർപ്പിക്കുമ്പോൾ അഷ്ടമി ആരാധന നടക്കുന്നത് ആദിപരാശക്തി സങ്കല്പത്തിലുള്ള ചപ്പാരം ക്ഷേത്ര വാളുകൾ പൂജിക്കുന്ന ഭണ്ഡാര അറ അഥവാ വാളറയുടെ മുന്നിലാണ്. പന്തീരടിക്കാമ്പ്രമാണ് അഷ്ടമി ആരാധന നടക്കുന്നത്. 36 തേങ്ങാമുറികളിൽ നെയ്യൊഴിച്ച് ദീപം തെളിച്ച് അനുവാദമുള്ളൂ. മറ്റ് ആരാധന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേക നവകം, പഞ്ചഗവ്യാഭിഷേകം, കളഭാട്ടം എന്നിവ അഷ്ടമി ആരാധന ദിവസം ഉണ്ടാകില്ല. ആരാധനകളിൽ ഒടുവിലത്തേതാണ് രോഹിണി ആരാധന. നായ്ക്കനാർ സ്ഥാനീകനായ കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിൻ്റെ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത് രോഹിണി ആരാധനാ ദിവസമാണ്. പതിവ് ആരാധനാ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണപുഷ്പാഞ്ജലിയും ആലിംഗന പൂജയും ആക്കൽ കയ്യാലയിലെ സദ്യയുമാണ് ഈ ദിവസത്തെ പ്രത്യേകതകൾ. ദക്ഷയാഗവേദിയിൽ സതീവിരഹത്തിൽ സംഹാരരുദ്രനായ മഹാദേവനെ ശാന്തനാക്കാൻ ദേവതകളുടെ പരിശ്രമം ഫലം കാണാതെ വന്നപ്പോൾ ലോകരക്ഷാർത്ഥം ബ്രഹ്മദേവൻ മഹാദേവനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ തനി ആവർത്തനമാണ് ആലിംഗന പൂജ. സ്വയംഭൂശിലയെ കെട്ടിപ്പിടിച്ച് പുഷ്പാഞ്ജലി സമർപ്പിക്കുന്ന കാഴ്ച ഏറെ ഭക്തി നിർഭരമാണ്.